നമസ്കാരം. ബന്ദികളെ വിട്ടുതരാൻ സൗകര്യമില്ല എന്ന് ഹമാസ് പറഞ്ഞതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും കൂടി കുടുങ്ങി പോയത്. ഗാസയിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ, ഹമാസിനെ പേടിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇരുവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു ഈ ഗാസ ഞങ്ങൾക്ക് വേണം എന്ന ഒരു കാര്യം. ഗാസയിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കുന്നുവെന്നും അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും അവിടേക്ക് ചെന്ന് അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റിയ ശേഷം ഗാസയിലെ ജനങ്ങളെ പലായനം ചെയ്യിച്ചവരെ തിരികെ കൊണ്ടുവരുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞത്. അടിച്ച സാധനം ഏതാണെന്ന് അതിനപ്പുറം ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചോദ്യമോ പറച്ചിലോ ഇല്ല എന്നാണ് ഇത് കേട്ടപാടെ പലരും പറഞ്ഞത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും എന്തിന് ട്രംപ് ഇങ്ങനെ പറയുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ: ഭീഷണിപ്പെടുത്തി വരുത്തിയിലാക്കാമെന്നതായിരുന്നു ട്രംപിന്റെ തന്ത്രം. അത് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് മുൻപും ട്രംപ് പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ബന്ദികളെ മുഴുവൻ വിട്ട് കിട്ടിയില്ലെങ്കിൽ, അതായത് 10 ദിവസത്തിലകം വിട്ടു തന്നില്ലെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഗാസയെ തീർത്ത് കളയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട, എന്നാൽ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞതാണ്. അന്ന് ഹമാസ് പറഞ്ഞത് പോയി പണി നോക്ക് എന്നതാണ്. പറയാനുള്ളത് പോയി ഇസ്രായേലിനോട് പറയൂ എന്നും അവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നതുമായിരുന്നു അന്ന് ട്രംപിന്റെ ഭീഷണിക്ക് ഹമാസ് പറഞ്ഞ മറുപടി. പിന്നെയും ട്രംപ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ഹമാസിനെയും ഗാസയിലെ ജനങ്ങളെയും ഫലസ്തീനികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊന്നും അവര് അതിനോട് ഒരു രീതിക്ക് പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ അവര് പോയി പണി നോക്കുക എന്ന രീതിയിൽ തന്നെ ഇരുന്നു. അങ്ങനെ വെടിനിർത്തൽ കരാറിലേക്ക് എത്താതെ ബന്ദികളെ കിട്ടില്ല എന്ന് ഇസ്രായേലിന് ബോധ്യം വന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബോധ്യം വന്നു. അങ്ങനെ വെടിനിർത്തൽ കരാറിൽ ഹമാസ് പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് അത് ഒപ്പുവെക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ ചെന്ന് എത്തി നിന്നു. അതാണിപ്പോൾ സംഭവിച്ചതും. പക്ഷെ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞ നുണകൾ ഒന്നൊന്നായി പൊളിച്ചിരിക്കുകയാണ് ഹമാസ്. ഇതോടുകൂടി ഇസ്രായേലിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ട്രംപുമായി ചേർന്ന് എങ്ങനെയെങ്കിലും നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനും അതോടൊപ്പം ഗാസ പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം നടപ്പാക്കാനുമായുള്ള പദ്ധതിയെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെയാണ് ട്രംപ് പ്രത്യക്ഷപ്പെട്ട് ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്നും പറയുന്നത്. സ്വാഭാവികമായും ലോകശക്തിയായ അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി മുഴുവൻ പ്രയോഗിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാക്കും എന്ന പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഹമാസും ഗാസയിലെ ജനങ്ങളും പിന്തിരിഞ്ഞോടുമെന്നോ അതിനെ വഴിവിടുമെന്നോ ഒക്കെയാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ട്രംപ് ആദ്യം പറഞ്ഞ ഗാസ പിടിച്ചെടുക്കൽ എന്ന കാര്യത്തെ ഹമാസ് അവഗണിച്ചു. അപ്പൊ കുറച്ച് കൂട്ടിക്കൊണ്ട് ട്രംപ് വീണ്ടും വന്നു. ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത് അമേരിക്കയ്ക്ക് കൊണ്ടുതരുമെന്നും ട്രംപ് പറഞ്ഞു. അപ്പോഴും ഹമാസ് പ്രകോപിതരായില്ല. ഹമാസ് പറഞ്ഞത്, നിങ്ങൾ അസംബന്ധം പറയരുത്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കുക എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വീണ്ടും ട്രംപ് പ്രകോപിതനായി വീണ്ടും ഒന്നും കൂടി കൂട്ടി പറഞ്ഞു, ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടു തന്നില്ലെങ്കിൽ ഗാസ നരകമാകുമെന്നും ഇത് ജനുവരി 10-ാം തീയതിയോ മറ്റോ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് മുഴുവൻ ബന്ദികളെയും വിട്ടു കിട്ടിയില്ലെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ആക്രമണം അമേരിക്ക ഈ പറയുന്ന ഹമാസിന് നേരെ, അല്ലെങ്കിൽ ഫലസ്തീനു നേരെ, അല്ലെങ്കിൽ ഗാസയ്ക്ക് നേരെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്നാൽ ഇത്രയും നാളായിട്ടും അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നടപ്പായിട്ടില്ല എന്നതാണ്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആശാനെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതാണ് ശരിക്കുമുള്ള കഥ. എന്തായാലും ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ഗാസയിലേക്ക് വലിയ ആക്രമണം നടത്തും. ഗാസ നരകം ആകും എന്നാണിപ്പോൾ പലരും കരുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഹമാസ് എന്ന
ഞെട്ടിക്കുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഹമാസിന്റെ ഒരു നിർണായകമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഹമാസ് വീണ്ടും യുദ്ധത്തിനൊരുങ്ങാൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജാഗ്രതയോടെ ഇരിക്കണം എല്ലാവരുമെന്നും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ശക്തമാക്കണമെന്നും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും മുതിർന്ന കമാൻഡർമാർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഹമാസിന്റെ തലവന്മാരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഗാസ വെടിനിർത്തൽ കരാർ ശനിയാഴ്ചയോടുകൂടി തന്നെ ഇല്ലാതായേക്കുമെന്നും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി വെക്കണമെന്നും ഹമാസിന്റെ കമാൻഡർമാർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയെ ടാർഗറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് മുൻപോട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാസയെ നശിപ്പിക്കാൻ ചില സ്പൈ എക്യുപ്മെന്റ്സ് അതായത് ചാര ഉപകരണങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതായി ഹമാസ് കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, ലിസണിംഗ് ഡിവൈസുകൾ ഉണ്ട്. അഭയാർത്ഥികളെയും ഒഫീഷ്യൽസ് ഗ്രൂപ്പുകളെയും കണ്ടെത്താൻ ഒക്കെയായി ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള മെത്തേഡുകൾ ഈ ഉപകരണങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നും അതൊക്കെ ഹമാസ് കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെങ്കടലിലെ കപ്പൽ ഗതാഗത കാര്യത്തിലും തീരുമാനം ആയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചെങ്കടൽ മാത്രമല്ല മെഡിറ്ററേനിയൻ കടൽ അടക്കമുള്ള അതായത് ഹൂത്തികൾക്ക് എവിടെയൊക്കെ പറന്നെത്താൻ കഴിയുമോ അവിടങ്ങളിലൊക്കെ വലിയ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഹൂത്തികളും തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനും ഹൂത്തികളും ഹമാസും തയ്യാറായി കഴിഞ്ഞു യുദ്ധത്തിന് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. സ്വാഭാവികമായും ഹിസ്ബുള്ളയും ഇതിനോടകം തന്നെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ വലിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്നത് യാതൊരു സംശയവുമില്ല. എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ. ഇസ്രായേലിന്റെ പതനം കാണാൻ കാത്തിരിക്കുകയാണ് ലോക രാജ്യങ്ങളെന്ന് തന്നെ പറയാൻ സാധിക്കും. പൊളിറ്റിക്കൽ ന്യൂസ് മലയാളം.